ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം ഈ സ്വർണ്ണ കവർച്ചയെ കുറിച്ചുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവാദം കത്തി നിൽക്കുമ്പോൾ ശബരിമലയിലെ ഒരു മുൻ വിജിലൻസ് ഓഫീസർ, പഴയ പോലീസ് ഉദ്യോഗസ്ഥരാണ്, അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം ഒരു യൂട്യൂബിൽ വന്നത് ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ശബരിമലയിലെ കാണിക്ക വലിയ തോതിലുള്ള വെട്ടിപ്പ് അക്കാര്യത്തിൽ നടക്കുന്നു എന്നാണ്. തീർത്ഥാടന കാലത്ത് പ്രതിദിനം 15-20 ലക്ഷം രൂപ വരെ അടിച്ചു മാറ്റപ്പെടുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അത് ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ. ഒരു വിജിലൻസ് ഓഫീസർ, അവിടെ നടക്കുന്ന അഴിമതികൾ അന്വേഷിക്കാൻ നിയുക്തനായിരുന്ന ഒരു പഴയ ഓഫീസർ പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ, നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പർച്ചേസ്, സാധനം വാങ്ങുന്നതിനുള്ള അഴിമതി, അവിടെ ശർക്കര വാങ്ങുന്നതിലെ അഴിമതിയുടെ ഒരു ഉദാഹരണം, ദൃഷ്ടാന്തം അദ്ദേഹം ആ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ വലിയ തോതിലുള്ള തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതേക്കുറിച്ച് ഇത് കൈകാര്യം ചെയ്യാൻ അധികാരപ്പെടുത്തിയിരുന്ന ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. അപ്പൊ ഈ സ്വർണ്ണക്കവർച്ചയിൽ ഒതുങ്ങി നിന്നാൽ മതിയോ ഈ ശുദ്ധീകരണം? ഒരു പൂർണ്ണമായ സമൂലമായ ശുദ്ധീകരണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ മേഖലകളിലേക്കെല്ലാം അന്വേഷണം അല്ലെങ്കിൽ പരിശോധന നടത്തേണ്ടി വരും. അതിനെ പുതിയ ദേവസ്വം ബോർഡ് തീരുമാനിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടികൾ എടുക്കുമോ?